ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കാം. എന്നാൽ എങ്ങനെയൊക്കെ നല്ല ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടും അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 100-200 വ്യൂസ് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ രീതി ശരിയല്ല എന്നാണ്. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതെല്ലാം കൊടുത്ത് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് അതിന് വേണ്ടത്ര വ്യൂസും സബ്സ്ക്രൈബേഴ്സും എങ്ങനെ ലഭിക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ തികച്ചും തുടക്കക്കാർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാണ്. വെർട്ടിക്കൽ റേഷ്യോയിലാണ് ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഈ രീതിയിലാണ് നമ്മൾ ഷോർട്സ് ഷൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഷോർട്സ് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ 9:16 എന്നുള്ള റേഷ്യോയിലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ യൂട്യൂബ് എടുക്കുക, തൊട്ട് താഴെയായിട്ടുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് കാണുന്ന ആഡ് ക്ലിക്ക് ചെയ്യുക. അതിന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. ചെറിയൊരു പ്രോസസ്സിംഗ് ആണ്. തൊട്ട് മുകളിലായിട്ട് മ്യൂസിക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് സൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്തെങ്കിലും മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെക്കുക. തംബ്നെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തംബ്നെയിൽ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ടൈറ്റിൽ, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഈ ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് 2 ഹാഷ്ടാഗ് കൂടി കൊടുക്കുക. അത് ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്താൽ ഉണ്ടാവും. വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കുക. എൻ്റെ ഓൾറെഡി അൺലിസ്റ്റഡ് ആണ്. ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക, നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. റിലേറ്റഡ് വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ല വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്, അല്ല ഓൺലി ഓഡിയോ റീമിക്സിങ് ആക്കി വെക്കുക. നമ്മുടെ വീഡിയോ മറ്റാരും എടുക്കാതെ വെക്കാൻ വേണ്ടി മ്യൂസിക് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പെയ്ഡ് പ്രൊമോഷൻ ലെവൽ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ആൾട്ടേർഡ് കണ്ടന്റ്, നമ്മൾ ഈ വീഡിയോ യൂസ് ചെയ്തിട്ടോ അങ്ങനെ ക്രിയേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നോ കൊടുക്കുക. നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. YT സ്റ്റുഡിയോ എടുക്കുക, കണ്ടന്റ് എടുക്കുക. അതിൽ നമ്മൾ ഈ ഷോർട്സിൽ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ആ പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മുന്നേ കൊടുത്ത ടൈറ്റിൽ കോപ്പി ചെയ്യുക. അവിടുന്ന് ആഡ് ഡിസ്ക്രിപ്ഷനിൽ നേരെ അത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പിന്നെ താഴെ ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനിമം 5 തൊട്ട് ഒരു 10 ഹാഷ്ടാഗ് വരെ കൊടുക്കുക.
താഴെയായിട്ടുള്ള മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ആഡ് ടാഗ്സ് കൊടുക്കുക. ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 തൊട്ട് 10 ടാഗ്സ് വരെ ഇവിടെ കൊടുക്കുക. സേവ് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് സേവ് കൊടുത്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം വീഡിയോ പബ്ലിക് ആക്കുക. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അത് പബ്ലിക് ആക്കുക. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് നമ്മുടെ ഷോർട്സ് വൈറലാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക.